5-ാം സങ്കീർത്തനം 9-ാം വാക്യം അവസാന ഭാഗം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. നമ്മുടെ നാക്ക് ദൈവം തന്ന അമൂല്യമായ ഒരു അവയവമാണ്. നമുക്കിഷ്ടമുള്ള ഭാഷ, ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള സമയത്ത് എങ്ങനെയും സംസാരിക്കുവാൻ കഴിയുന്ന മധുരതരമായ ഒരു നാവ്. എന്നാൽ ആ നാവ് ചിലർക്ക് ശാപത്തിനും ചിലർക്ക് അനുഗ്രഹത്തിനും കാരണമാണ്. ചിലർ നാവുകൊണ്ട് മധുരവാക്ക് പറയുകയും മറ്റുള്ളവരെ ദുഷിക്കുകയും ചെയ്യും. എന്നാൽ ചില ആളുകൾ ആ നാവുകൊണ്ട് തന്നെ മൃദുവായ ഉത്തരം പറഞ്ഞ് മറ്റുള്ളവർക്ക് സ്വാന്തനമാകും. നമ്മുടെ അധരങ്ങൾ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ചിലർക്ക് അധരങ്ങൾ, നാവുകൾ വളരെ പ്രശ്നമാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, ചിലർ ആ നാവുകൊണ്ട് മധുരവാക്ക് പറയുകയും മറ്റുള്ളവരെ സുഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ചിലരാകട്ടെ ആ നാവുകൊണ്ട് മൂർച്ചയുള്ള വാള് പോലെ കുത്തുന്നവരായും മാറുന്നു. നാം ഈ 2 കൂട്ടരിൽ ഏതാളുകളാണ് എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നാവുകൊണ്ട് മധുരവാക്ക് മറ്റുള്ളവർക്ക് പറയുന്നവരാണോ, അതോ ഏറ്റവും പ്രശ്നക്കാരാണോ? ദൈവം നമ്മെ സ്വയപരിശോധന ചെയ്യുവാൻ സഹായിക്കുമാറാകട്ടെ.